iPlus Training Solutionന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് PYQ ഡിസ്കസ് ചെയ്താലോ? ജനുവരി 2025 കുറച്ച് PYQമായിട്ടാണ് ടീച്ചർ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ചോദ്യം, a process of self-evaluation and observation that helps teachers improve their teaching and learning strategies is. ഒരു സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സ്വയം നമ്മളോട് തന്നെ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പഠന നിലവാരം, ഒരു ടീച്ചർ എങ്ങനെ ടീച്ചിങ് സ്റ്റൈൽ മെച്ചപ്പെടുത്താം, എങ്ങനെ സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്യാമെന്ന് നമ്മളെ തന്നെ നോക്കി ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? എ, ടീച്ചിങ് പ്രാക്ടീസ്, B, administrative practice, C, reflective practice, D, blended learning. ഏതാണ് ഉത്തരം ഒന്ന് നോക്കാം. സി, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്ന് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഈസ് എ പ്രോസസ് വെയർ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ദെയർ ഓൺ ടീച്ചിങ്, നമ്മുടെ സ്വന്തം ടീച്ചിങ് നിലവാരം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുക. ഇവാലുവേറ്റ് വാട്ട് വർക്ക് ആൻഡ് വാട്ട് ഡിഡിൻ, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്ന് സ്വയം അവലോകനം ചെയ്യുക. തിങ്ക് ക്രിറ്റിക്കലി about their teaching methods and student responses. നമ്മുടെ ടീച്ചിങ് മെത്തേഡുകളും സ്റ്റുഡൻസിന്റെ റെസ്പോൺസുകളും നോക്കി അതിനെ ക്രിറ്റിക്കലായിട്ടൊന്ന് മനസ്സിലാക്കുക. മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, നമ്മളുടെ പഠന നിലവാരം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിനോട് എങ്ങനെ പൊരുത്തപ്പെടണം, നമ്മൾക്ക് എന്ത് മാറ്റം വരണം എന്നും അവലോകനം ചെയ്ത് തിരുത്തുന്ന ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയാ? റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയാം. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഡെവലപ്ഡ് ബൈ ജോൺ ഡ്വേ and later expanded by Donald Schoen. ഈ പേരുകൾ രണ്ടും ഓർത്തിരിക്കുക. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് എന്ന് വന്നിട്ട് ഡൊണാൾഡ് ഷോൺ എന്ന് തന്നിരിക്കുന്ന പല ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ജോൺ ഡ്വേ എന്നുള്ള പേരായിരിക്കും, പക്ഷെ ഷോണിനെ മറന്നു പോകരുത്. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? എ പ്രിഫറൻസ് ഫോർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ലൈക്ക് കൺസ്ട്രക്ടിങ് മോഡൽസ്, ഡ്രോയിങ്സ്, note taking, gardening, woodworking, sports, etc. are the example of which learning style? ഈ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരുന്ന ലേണിംഗ് സ്റ്റൈലിനെ നമ്മൾ എന്ത് പേര് വിളിക്കും എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോഡൽ ക്രിയേറ്റ് ചെയ്യുക, ഡ്രോയിങ് നടത്തുക, അതേപോലെ നോട്ട് ടേക്കിംഗ്, ഗാർഡനിങ്, വുഡ് വർക്കിംഗ്, ഇങ്ങനെയുള്ള ലേണിംഗ് ചെയ്യുന്നതിന് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആ ഒരു ജോലികളെ, ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോലികളെ ഏത് പേരിലുള്ള ലേണിംഗ് സ്റ്റൈലിലാണ് ഉൾപ്പെടുത്തുക എന്നാണ് ചോദ്യം. നോക്കാം. എ, ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ, ബി, റീഡ് ഓർ റൈറ്റ് ലേണിംഗ് സ്റ്റൈൽ, സി, വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ഡി, കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ. എന്താണ് കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ? ഉത്തരം തന്നെ നമുക്ക് മനസ്സിലായി കാണും അല്ലെ? മറ്റൊന്നുമല്ല, കൈനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈലാണ്. ഇതിനെ ടാക്ടൈൽ ലേണിംഗ് എന്നും പറയുന്നു. എന്താണ് ടാക്ടൈൽ ലേണിംഗ് എന്ന് പറയുന്നത്? സ്പർശനം കൊണ്ട് അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നമ്മളും കൂടി ഇടപെട്ട് പഠിക്കുക ചെയ്യുന്ന ആ ഒരു ലേണിംഗിനെയാണ് കൈനസ്തെറ്റിക് ലേണിംഗ് അല്ലെങ്കിൽ ടാക്ടൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. ആർ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ്, ലേണിംഗ് ബൈ ഡൂയിങ്, ടച്ചിങ് ആൻഡ് മൂവ്മെന്റ്. എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഈ കൈനസ്തെറ്റിക് ലേണിംഗ് എങ്ങനെയൊക്കെ പഠിക്കാം? കൺസ്ട്രക്ടിങ് മോഡൽ, ഡ്രോയിങ്, ടേക്കിംഗ് നോട്ട്സ്, ഗാർഡനിങ്, വുഡ് വർക്കിംഗ്, സ്പോർട്സ്, ഇവയിലൂടെ എല്ലാം ഒരു കുട്ടി പഠിക്കുന്നതിനെയാണ് നമ്മൾ കൈനസ്തെറ്റിക് ലേണിംഗ് എന്ന് പറയുന്നത്. ദീസ് ആക്ടിവിറ്റീസ് എൻഗേജ് ദ ബോഡി ഇൻ ദ ലേണിംഗ് പ്രോസസ് വിച്ച് ഹെൽപ്പ് കൈനസ്തെറ്റിക്സ് ലേണേഴ്സ് അബ്സോർബ് ആൻഡ് റീറ്റെയിൻ ഇൻഫർമേഷൻ മോർ എഫക്റ്റീവ്ലി. കുട്ടി കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ആ പഠനം എത്രത്തോളം മെച്ചമാവുമോ അത്രത്തോളം ആ കുട്ടിയിലേക്ക് ഇറങ്ങിച്ചെല്ലും, ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും, എക്സ്പീരിയൻസ് അവന്റെ മനസ്സിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? A teacher employing a flipped classroom model primarily focused on. എന്താണ് ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂം? എന്താണ് ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ? നോക്കാം അല്ലേ? ഓപ്ഷൻസിലേക്ക് കടക്കാം. ഡെലിവറിംഗ് ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് അറ്റ് ഹോം ആൻഡ് യൂസിംഗ് ക്ലാസ് റൂം ടൈം ഫോർ ആക്ടിവിറ്റീസ്. ബി, റിവേഴ്സിംഗ് ട്രഡീഷണൽ റോൾസ് ഓഫ് സ്റ്റുഡന്റ് ആൻഡ് ടീച്ചർ. സി, ഇൻക്രീസിംഗ് ലെക്ചർ ബേസ്ഡ് ലേണിംഗ് ടൈം ഇൻ ദ classroom. D, focusing solely on the project based assignment. ഏതായിരിക്കും ഉത്തരം? എന്താണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ എന്ന് ആദ്യം നോക്കാം.
The flipped classroom model is a teaching approach where instructional content like lectures, videos, reading is given to teacher at home. Classroom time is used for interactive activities, problem solving, discussion, collaborative work. ഒരു പഴയകാല ക്ലാസ് റൂമിലേക്ക് പോയേ ടീച്ചർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ലെക്ചറായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു, എന്നിട്ട് കുറച്ച് ഹോംവർക്ക് നൽകുന്നു, കുട്ടി വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യുന്നു അല്ലേ? അതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ്. എന്നാൽ ഫ്ലിപ്ഡ് ക്ലാസ് റൂമിൽ എന്താണ്? നേരെ തലതിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ക്ലാസ് റൂമിൽ എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ്, അതായത് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ലെക്ചേഴ്സ്, വീഡിയോസ്, അതേപോലെ റീഡിങ്, അതെല്ലാം വീട്ടിൽ വെച്ച് തന്നെ കുട്ടി പ്രിപ്പയർ ചെയ്യുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് ചെയ്യാനുള്ളതെല്ലാം കുട്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ക്ലാസ്സിൽ വന്നിട്ട് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ്, ഡിസ്കഷൻസ്, അതേപോലെ പ്രോബ്ലം സോൾവിങ്, കൊളാബറേറ്റീവ് വർക്ക്, ഇതെല്ലാം നടത്തി ആ പഠിച്ചതിനെ എല്ലാം അവൻ മനസ്സിലാക്കി അപഗ്രഥിക്കുന്നു അല്ലേ? ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബിഫോർ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യാണ് കുട്ടി. റീഡിങ്ങിൽ കൂടിയും അതേപോലെ വീഡിയോ ക്ലാസ്സുകളിൽ കൂടി ലെക്ചറിൽ കൂടി എല്ലാം കുട്ടി പഠിക്കുന്നു. ഡ്യൂറിങ് ക്ലാസ്സിലോ അവൻ പ്രാക്ടീസ് ചെയ്യാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കൊളാബറേറ്റീവ് വർക്കിൽ കൂടി ആ ഒരു വിഷയത്തെ അവർ തമ്മിൽ പ്രാക്ടീസ് ചെയ്യാണ്. ക്ലാസ്സിൽ എന്ത് ചെയ്യും? അതിനെ പ്രോസസ്സ് ചെയ്യാണ്, അതിനെ കൂടുതൽ കുറച്ചുകൂടി മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഉത്തരം മനസ്സിലായി കാണും. ഉത്തരം ഏതാണ്? ഡെലിവറിങ് ഇൻസ്ട്രക്ഷണൽ കണ്ടന്റ് അറ്റ് ഹോം ആൻഡ് യൂസിങ് ക്ലാസ് ടൈം ഫോർ ആക്ടിവിറ്റീസ്. അതാണ് ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ. ഫ്ലിപ്ഡ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Which among the following key component represents differentiated instruction for gifted learners? ഗിഫ്റ്റഡ് ലേണേഴ്സിനായിട്ടുള്ള ഏതൊക്കെ കീ കമ്പോണൻസ് ആണുള്ളതെന്ന് നോക്കാം. ഇതിനകത്തില് എ, അസൈനിങ് ദ സെയിം ടാസ്ക് ടു ഓൾ സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ. ഇക്വിറ്റി, അതായത് എല്ലാവർക്കും ഒരേപോലെ, ഗിഫ്റ്റഡ് എന്നില്ല, അതിൽ താഴെയുള്ള കുട്ടികൾ അങ്ങനെ ആവശ്യമുള്ളവരെന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേ ടാസ്ക് കൊടുക്കുക. പ്രൊവൈഡിങ് ചാലഞ്ചിങ് ടാസ്ക് ഡിമാൻഡിങ് ഹയർ ഓർഡർ തിങ്കിങ്. ഹയർ ഓർഡർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് അവന് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ നൽകുക ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്. സി, മോഡറേറ്റ് പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു എൻഷുർ ഡെമോക്രാറ്റിക് എൻവയോൺമെന്റ്. എല്ലാവർക്കും ഒരേപോലൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക. ഡി, റെഗുലേറ്റഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് സ്ട്രെസ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവന്റെ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡി. ഉത്തരം നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് കുറെ കൂടി അവന് ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ നൽകി അവനെ ഹയർ ഓർഡർ തിങ്കിങ്ങിന് വേണ്ടി അവനെ വിടുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും വേണ്ടുന്നത്. ഇനി നോക്കാം. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ഗിഫ്റ്റഡ് ലേണേഴ്സ് ഇൻവോൾവ്. എന്തൊക്കെയാണ് ഒരു ഗിഫ്റ്റഡ് കുട്ടിക്ക് കൊടുക്കേണ്ടത്? അഡാപ്റ്റിംഗ് ടാസ്ക് ടു ദെയർ അഡ്വാൻസ്ഡ് ലേണിംഗ് നീഡ്സ്. അവന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് നീഡ്സിന് വേണ്ടുന്ന ടാസ്കുകൾ നൽകി അവനെ സപ്പോർട്ട് ചെയ്യുക. ഓഫറിങ് ചലഞ്ചിങ്, കോംപ്ലക്സ് ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക്. ഇച്ചിരി കോംപ്ലക്സ് ആയിട്ട് അതേപോലെ ചലഞ്ചിങ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ നൽകി അവനെ എപ്പോഴും എൻകറേജ് ചെയ്യിക്കുക. എൻകറേജിങ് ഹയർ ഓർഡർ തിങ്കിങ്, അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് ക്രിയേഷൻ. എൻറിച്ചിങ് ദ കരിക്കുലം ടു മെയിൻറ്റെയിൻ എൻഗേജ്മെന്റ് ആൻഡ് ഗ്രോത്ത്. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. MOOCs are, MOOCs are. എന്താണ് മൂക്ക്? മൂക്ക് ഓപ്ഷൻസ് നോക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. മൂക്സ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റഡ് ഓഫ്ലൈൻ ലേണിംഗ്. ബി, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. സി, റിജിഡ് ആൻഡ് ഓപ്പൺ ഫോം ഓഫ് ടീച്ചർ ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ്. ഡി, ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ആൻഡ് ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, ഡി ആണ് ഉത്തരം. ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ഫോം ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ഓൺലൈൻ ലേണിംഗ് എന്നാണ്. എന്താണ് എക്സ്പ്ലനേഷൻ നോക്കാം. എന്താണ് മൂക്സ്? ഓക്കെ, മൂക്സ് സ്റ്റാൻഡ്സ് ഫോർ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഇതിന്റെ ഫുൾ ഫോം ശ്രദ്ധിച്ചു വെക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, ദീസ് ആർ മാസീവ്, എൻറോൾ എ ലാർജ് നമ്പർ ഓഫ് ലേണേഴ്സ്. ഒരു ലാർജ് നമ്പർ ഓഫ് ലേണേഴ്സിനെ എൻറോൾ ചെയ്യിപ്പിച്ച് കോഴ്സ് പഠിപ്പിക്കുക എന്നുള്ളതാണ് മൂക്കിന്റെ ഒന്നാമത്തെ എം, മാസീവ്.
only open, freely accessible, ഫ്രീ ഓഫ് കോസ്റ്റിൽ ആർക്ക് വേണമെങ്കിലും കോഴ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് മൂക്ക് നമുക്ക് തരുന്നത്. അതേപോലെ ഓൺലൈനാണ്, ഡെലിവേർഡ് ത്രൂ ഇന്റർനെറ്റിൽ കൂടി ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ഈ MOOC മൂക്സിൽ ഉള്ളത്. അതേപോലെ കോഴ്സസ് സ്ട്രക്ചർ എഡ്യൂക്കേഷണൽ കണ്ടന്റ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടന്റുകളാണ് ഈ മൂക്ക് എന്ന ആ ഒരു കോഴ്സുകളിനകത്തിൽ ഉള്ളത്. ശ്രദ്ധിക്കുക, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The educational philosophy that emphasizes individual freedom, personal choices and self-direction is. ഏത് എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലാണ് ഇൻഡിവിജ്വലിന്റെ ഫ്രീഡവും അവരുടെ പേഴ്സണൽ ചോയ്സും അവന്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു തീരുമാനമൊക്കെ എംഫസൈസ് ചെയ്യുന്നത് ഏത് ഫിലോസഫിയിലാണെന്ന് നോക്കാം. ബിഹേവിയറിസത്തിലാണോ, സോഷ്യൽ റീകൺസ്ട്രക്ഷനിലാണോ, കൺസ്ട്രക്റ്റീവിസത്തിലാണോ, എക്സ്റ്റൻഷ്യലിസമാണോ? ഏതാണ് ഉത്തരം? ഉത്തരം D, എക്സ്റ്റൻഷ്യലിസം ആണ്. എന്താണ് എക്സ്റ്റൻഷ്യലിസം എന്ന് നോക്കാം. ഇസ് ആൻ എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഒരാളുടെ സ്വന്തം ആ ഒരു സ്വാതന്ത്ര്യത്തിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സിലും സെൽഫ് ഡയറക്ഷനിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് എക്സ്റ്റൻഷ്യലിസം. ഡെവലപ്പിംഗ് ഒതന്റിക് പേഴ്സണൽ മീനിങ് ഇൻ ലൈഫ് ആൻഡ് ലേണിംഗ്. ദിസ് ഫിലോസഫി ബിലീവ്സ് ദാറ്റ് ഈച്ച് ലേണേഴ്സ് ഈസ് യുണീക്ക് ആൻഡ് ഷുഡ് ഹാവ് ഫ്രീഡം ടു ഷേപ്പ് ദെയർ ഓൺ ലേണിംഗ് പാത്ത്, വാല്യൂസ് ആൻഡ് പർപ്പസ്. ഓരോ വ്യക്തിയും യുണീക്ക് ആണ്, അവൻ്റെതായിട്ടുള്ള രീതികളും പഠിക്കാനുള്ള ശൈലികളും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം അവന് നൽകുക എന്നുള്ളതാണ് എക്സ്റ്റൻഷനലിസം എന്ന ഫിലോസഫിക്കകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറന്നുപോകരുത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ പെഡഗോജിക്കൽ കൺസെപ്റ്റ് ഇൻ ഷേപ്പിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഹൈലൈറ്റഡ് ഇൻ ജോൺ ഡ്യൂയിസ് പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷൻ ഫിലോസഫി ഈസ്. ജോൺ ഡ്യൂയി ആണ്. A, direct instruction. B, student-centric learning. C, rote memorization. D, behavioral modification. ഏതാണ്? ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി ജോൺ ഡ്യൂയിൽ പറഞ്ഞത് സ്റ്റുഡൻറ് സെന്റേർഡ് ലേണിംഗിനെ പറ്റിയാണ്. ജോൺ ഡ്യൂയി എ ലീഡിംഗ് അഡ്വക്കേറ്റ് ഓഫ് പ്രാഗ്മാറ്റിസം ഇൻ എഡ്യൂക്കേഷൻ. പ്രാഗ്മാറ്റിസത്തിന്റെ വക്താവ് ആരാണ്? ജോൺ ഡ്യൂയി ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ ഷേപ്പിംഗ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തകളാണ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, ചോയ്സ് ആൻഡ് റിയൽ ലൈഫ് പ്രോബ്ലം സോൾവിംഗ്, സ്റ്റുഡൻറ് സെൻട്രിക് ലേണിംഗ് വെയർ ലേണേഴ്സ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദെയർ എഡ്യൂക്കേഷൻ. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന കൺസെപ്റ്റ്, പ്രാഗ്മാറ്റിസവും അതേപോലെ കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി പഠിക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലെ വക്താവാണ് ജോൺ ഡ്യൂയി. എട്ടാമത്തെ ചോദ്യം നോക്കാം. If a student frequently asks too many questions while you are teaching, then you will. ഒരു കുട്ടി എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം പോലെ. എന്ത് ചെയ്യും? ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എൻകറേജ് സ്റ്റുഡൻറ് ഫോർ ഡൈവേർജന്റ് തിങ്കിങ്, മാറ്റി ചിന്തിക്കുക, വേറെ ഒരു രീതിയിലേക്ക് അവനെ ചിന്തിപ്പിച്ചുകൊണ്ട് പോവുക. രണ്ടാമത് ഓവർലുക്ക് ടു സേവ് ദ ടൈം, അവനെ ശ്രദ്ധിക്കാതെ ആ പഠനം മുന്നോട്ട് പോവുക. മൂന്ന്, ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ സ്റ്റുഡൻറ്റിന്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. നാല്, ഇല്ലുസ്ട്രേറ്റ് ദ കൺസെപ്റ്റ് ഇഫ് നീഡഡ്, എന്തെങ്കിലും കൺസെപ്റ്റിനെ കുറെ കൂടി ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം. ആൻസർ, കറക്റ്റ് ആയിട്ട് ആൻസർ 1, 3, 4 ആണ്. എൻകറേജ് ദ സ്റ്റുഡൻറ് ഫോർ ദ ഡൈവേർജന്റ് തിങ്കിങ്. അവൻ ഒരേ ചോദ്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ അവനെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് കുറച്ചുകൂടി മാറ്റി വേറൊരു രീതിയിൽ ചിന്തിച്ച് കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ ടീച്ചർ സഹായിക്കണം. അതേപോലെ ഓവർലുക്ക് ടു സേവ് ദ ടൈം, കുട്ടിയിലെ സമയം ലാഭിക്കാൻ വേണ്ടി ആ കുട്ടിയെ മാറ്റി നിർത്തി വേറൊരു രീതിയിലേക്ക് പോകുക എന്നുള്ളതല്ല, അതൊരു തെറ്റായ നടപടിയാണ്. ക്ലാരിഫൈ ദ ഡൗട്ട്സ് ഓഫ് ദ സ്റ്റുഡൻറ്റിന്റെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുക. ഇല്ലുസ്ട്രേറ്റ് ദ കൺസെപ്റ്റ് ഇഫ് നീഡഡ്, അവന് ആവശ്യമാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതുമാണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പാൻഷൻ ഓഫ് ECCE. ഉത്തരം ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ECCE എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് ഉത്തരം വരുന്നത്. ECCE stand for early childhood care and education, while it refers to education and care provided to children from the birth to 8 years of age. ഒരു ബർത്ത് മുതൽ
അവന് ഒരു 6 മുതൽ 8 വയസ്സ് വരെയൊക്കെ അവന് വേണ്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും കെയറും നൽകുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. എ ക്രൂഷ്യൽ സ്റ്റേജ് ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഫൗണ്ടേഷണൽ ലേണിംഗ് ആൻഡ് സോഷ്യൽ ഇമോഷണൽ ഗ്രോത്ത്. ആ ഒരു പ്രായത്തിൽ ബർത്ത് മുതൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 8 വയസ്സ് വരെയൊക്കെ അവൻ്റെ ഒരു ക്രൂഷ്യൽ ടൈമാണ്. ബ്രെയിൻ ഡെവലപ്മെന്റിന്റെയും അതുപോലെ ഹെൽത്തിന്റെയും എല്ലാം ഒരു ക്രൂഷ്യൽ സ്റ്റേജ് ആണ് അവിടെ. റെക്കഗ്നൈസ്ഡ് ആസ് എ പ്രയോറിറ്റി ഏരിയ ഇൻ എഡ്യൂക്കേഷൻ പോളിസീസ് ലൈക്ക് NEP 2020, NEP 20 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആ ഒരു സ്റ്റേജിലെ കുട്ടികളെ ക്രൂഷ്യൽ സ്റ്റേജ് ആണ് എന്നുള്ള രീതിയിലാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേജിൽ എന്തൊക്കെ വരും? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരിക. നോക്കാം, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആ ഒരു സ്റ്റേജിലാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ബിഗിനിങ് മാത്തമാറ്റിക്സ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എമർജന്റ് ലിറ്ററസി ആൻഡ് ബിഗിനിങ് ലിറ്ററസി, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഈ ഒരു സ്റ്റേജ് ആണ് നമ്മളുടെ ആ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ വരുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ബിക്കോസ് ദേ. എന്താണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്? നോക്കാം, ഓപ്ഷൻസ് ആദ്യം നോക്കാം. കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ബിക്കോസ് എ provided tangible example and experience that enrich the learning environment. B. Completely replace traditional classroom instruction. C. Focus exclusively on extracurricular activities and events. D. Are primarily used for evaluating students' examination performance. ഉത്തരം എ ആണ്. പ്രൊവൈഡ് ടാഞ്ചിബിൾ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് എൻറിച്ച് ദ ലേണിംഗ് എൻവയോൺമെന്റ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്? കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കണ്ടും കേട്ടും ചെയ്തും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിനെയാണ്, ആ ഒരു റിസോഴ്സസിനെയാണ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് എന്ന് പറയുന്നത്. നോക്കാം, കമ്മ്യൂണിറ്റി റിസോഴ്സസ് ലൈക്ക് മ്യൂസിയംസ്, ലോക്കൽ പ്രൊഫഷണൽസ്, ലൈബ്രറീസ്, field trips, community centers, etc. are valuable in education because they offer real world context to academic learning, make learning practical, relatable and engagement, supporting experiential and active learning, help connect school knowledge with local culture, values and issues. കുട്ടിക്ക് ആ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് മനസ്സിലാക്കി കൊടുക്കാൻ ഈ കമ്മ്യൂണിറ്റി റിസോഴ്സസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ആ കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കും. മ്യൂസിയങ്ങളിൽ പോയി കാണുന്നതും ചരിത്രം ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് കണ്ടു പഠിക്കുന്നതും അതിനെപ്പറ്റി അറിഞ്ഞ് മ്യൂസിയങ്ങളിലൊക്കെ കണ്ടത് പഠിക്കുന്നതും അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കും. കമ്മ്യൂണിറ്റി റിസോഴ്സസ് അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ജനുവരി 2025 ചോദിച്ചതാണ്. ഇതേ മോഡൽ ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും നന്നായി പഠിക്കുക, നന്നായി ഇനിയും സമയമുണ്ട്, നന്നായി സമയത്തെ വിനിയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരേക്കും ബൈ.